ബെസ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇറ്റ്സ് മീ അപ്സു. ഇന്ന് നമ്മൾ പറയാൻ പോണെന്ന് പറഞ്ഞാൽ തമ്പനയിൽ കണ്ട സെയിം സെറ്റപ്പ് തന്നെയാണ്. ആ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് എന്തായാലും പറയാം. അതിലേക്ക് പോണേക്കാൻ മുമ്പ് ഇപ്പൊ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഓരോ ടീമുകളും ഓരോ പ്ലേയേഴ്സിനെ വിളിക്കുന്ന നല്ല സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും അവർ നല്ല കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടായിരിക്കും ഓരോ പ്ലേയേഴ്സിനെ ടീമിലേക്ക് എത്തിക്കാൻ നോക്കണേ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ കോൺവേനെ ചെന്നൈ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ ചെന്നൈ ഫാനാന്നും പറഞ്ഞ അത് ഉണ്ടാക്കേണ്ടി വരരുത്. കഴിഞ്ഞ തവണ ഏതൊരു ഇതിന് കാണാൻ സാധിച്ചു അവൻ ചെന്നൈ ഫാൻ എന്നൊക്കെ പറഞ്ഞ് ഓരോ ടീമിനും ഓരോ ഫാൻസ് ഉണ്ടാവും ഗൈസ്. അങ്ങനെ ഞാൻ ഉദാഹരണമായിട്ട് ഇപ്പൊ കോൺവേനെ എടുക്കുകയാണെങ്കിൽ കോൺവേ നല്ലൊരു ഓപ്പണറും നല്ല ബാറ്റ്സ്മാനും ആയതുകൊണ്ടാണ് കോൺവേ. പക്ഷെ അദ്ദേഹത്തിന് പരിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ടീമിന് നല്ല രീതിക്ക് ഇടങ്ങേറായി. കാരണം ആരെ പിടിച്ച് ഓപ്പണിംഗ് ഇറക്കും എന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ഓരോ പ്ലേയേഴ്സ് പിന്മാറുമ്പോൾ ഓരോ പ്ലേയേഴ്സിന് പരിക്ക് പറ്റുമ്പോൾ ഇവരുടെ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ തെറ്റിപ്പോവാണ്. കാരണം ഇനി IPL തുടങ്ങാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആശയവും കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല. എന്തായാലും അധികം വലിച്ച് ലാഗാക്കുന്നില്ല. നമുക്ക് എന്തായാലും ഇതിലേക്ക് പോവാം. ഇത്തവണത്തെ മുംബൈ ഇന്ത്യൻസ് വളരെ പ്രതീക്ഷയോടുകൂടി വിളിച്ചു നിർത്തിയിരുന്ന ഒരു പ്ലെയർ, മിനി ഓപ്ഷനിൽ വിളിച്ചു നിർത്തിയിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു മധുശങ്ക. അദ്ദേഹം നല്ലൊരു സ്പിന്നറാണ്. അതുകൊണ്ട് തന്നെയാണ് ടീമിലേക്ക് അദ്ദേഹത്തെ എടുക്കാൻ കാരണം. അതും പോരാണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ വന്ന് വിക്കറ്റുകൾ നല്ല രീതിക്ക് തൂത്തുവാരിയ ഒരു പ്ലെയർ കൂടിയാണ്. അപ്പൊ അവരൊക്കെ കൊണ്ട് അദ്ദേഹത്തെ ടീമിൽ എത്തിച്ചു. പക്ഷേ കഷ്ടകാലം എന്ന് പറയാം. മുംബൈയുടെ ആദ്യ മത്സരമായ 24-ാം തീയതി GTക്കെതിരെ അദ്ദേഹം കളിക്കാൻ ഉണ്ടാവില്ല എന്നൊരു ന്യൂസാണ് ഇപ്പൊ ക്രിക്കറ്റ് ബസ് പുറത്തുവിടുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പരിക്ക് ഫിറ്റ്നസും കാര്യങ്ങളും ഓക്കെ ആവാൻ ചാൻസ് കുറവാണ്. ഒരു 2-3 മത്സരങ്ങൾ അദ്ദേഹം മാറിയിരിക്കേണ്ടി വരും എന്ന ഒരു തരത്തിലേക്കാണ് ഇപ്പൊ വാർത്തയും കാര്യങ്ങളൊക്കെ പോണേ. മെയിൻ ആയിട്ട് മുംബൈ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേസ് ബൗളിങ്ങിനായിട്ട് ഇപ്പൊ ബുംറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സ്പിന്നേഴ്സ് ഒരു അപാകത മുംബൈയിൽ ഉണ്ടായിരുന്നു. ആ ഒരു മികവ് കുറത്താൻ സ്പിന്നേഴ്സിന്റെ മൂർച്ച കൂട്ടാനുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയാണ് മധുശങ്കരെ ടീമിലേക്ക് എത്തിച്ചത്. പക്ഷെ അതിനുള്ളൊരു വെല്ലുവിളിയായിട്ട് ഇവിടെ പരിക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ന്യൂസ് അപ്ഡേഷൻ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ പുതിയ ക്രിക്കറ്റ് ന്യൂസുകളുമായി ഞാൻ എത്തുന്നതാണ്. അപ്പൊ ബൈ.